അൻവറിനെ തള്ളാനും കൊള്ളാനുമാകാതെ UDF അസോസിയേറ്റ് അംഗമാക്കാമെന്ന തീരുമാനം അൻവർ തള്ളിയതോടെ UDF പ്രതിരോധത്തിലാണ്. അടൂർ പ്രകാശാണ് അൻവറിനെ അസോസിയേറ്റ് അംഗമാക്കാമെന്ന മുന്നണി തീരുമാനം അറിയിച്ചത്. അതേസമയം പൂർണ്ണ ഘടകകക്ഷിയാക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് PV അൻവർ. അൻവർ ഇന്ന് 9 മണിയോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് അർജുൻ രാജ് ഉണ്ട്. അർജുനോട് ചോദിക്കാം, ഇന്നിപ്പോൾ നിലമ്പൂരിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കാരണം സ്ഥാനാർത്ഥി ചിത്രമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. അർജുനെ, ഗുഡ് മോർണിംഗ്. ഇവിടെ കേരളത്തിൽ മുഴുവൻ മഴയാണ്. പക്ഷേ ഇപ്പം നിലമ്പൂരിൽ അർജുനെ കാണുമ്പോൾ അവിടെ മഴ കുറച്ച് മാറി നിൽക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. രാഷ്ട്രീയ ചൂട് പക്ഷേ പാരമ്യത്തിലുമാണ്. ഇന്നത്തെ ദിവസം മുന്നണികളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ചിത്രം, ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിട്ടുണ്ട്. വലത് സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണവും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ പുറമെ PV അൻവർ ഇന്ന് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസമാണ്. ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ നിലമ്പൂരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? അർജുൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. വലിയ പോരാട്ടം നിലമ്പൂരിലേക്ക് വരികയാണ്. നിലമ്പൂരിൽ ഇന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് കൂടി വരുന്നതോടുകൂടി വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് നിലമ്പൂര് മാറുകയാണ്. കാലാവസ്ഥ പരിശോധിച്ച് കഴിഞ്ഞാൽ മഴ മാറി നിൽക്കുകയും പിന്നീട് പെയ്യുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ട്. ഇപ്പോൾ ഇച്ചിരി മഴ മാറി നിൽക്കുന്നു. പക്ഷേ അല്പസമയം മുൻപൊക്കെ മഴ ഉണ്ടായിരുന്നു. ഇനിയും മഴ പെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഈ മഴക്കാലത്ത് മഴയോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തേണ്ട സാഹചര്യമുണ്ട് മുന്നണികൾക്ക്. ഇന്ന് വലിയ രാഷ്ട്രീയ വാർത്തകൾ നിലമ്പൂരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. ഇന്നലെയാണ് അൻവറുമായിട്ടുള്ള വിഷയത്തിൽ എന്താണ് നിലപാടെന്നുള്ളത് അൻവറിനെ UDF നേതൃത്വം അറിയിച്ചത്. അത് അസോസിയേറ്റ് മെമ്പർ ആക്കാം, തൽക്കാലം UDFുമായി സഹകരിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നാണ് ഇന്നലെ ചേർന്ന ഓൺലൈൻ മീറ്റിംഗിന് ശേഷം UDF നേതൃത്വം അൻവറിനെ അറിയിച്ചത്. ആ നിലപാടിൽ അൻവർ എന്തു പറയും എന്നുള്ളതാണ് ഇന്നത്തെ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. 9 മണിക്കാണ് അൻവർ മാധ്യമങ്ങളെ കാണാം എന്ന് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് നിലപാട് പ്രഖ്യാപിക്കും, ഒരുപക്ഷെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഇടത്താണ് UDF നേതൃത്വം ഇടപെട്ട് ഒരു പകൽ കൂടി കാത്തിരിക്കൂ, ഞങ്ങൾ നിലപാട് അറിയിക്കാമെന്ന് അൻവറിനെ അറിയിച്ചത്. ഇന്നലെ വൈകിട്ട് ചേർന്ന ഓൺലൈൻ മീറ്റിംഗിലാണ് UDF നേതൃത്വം അൻവറിനെ സഹകരിപ്പിച്ച് മുന്നോട്ട് പോകണമെന്ന തീരുമാനം കൈക്കൊണ്ടത്. അത് അസോസിയേറ്റ് മെമ്പറാക്കി മുന്നണിയുമായി സഹകരിപ്പിച്ച് നിർത്താം എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ നേരത്തെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെതിരായി പറഞ്ഞ പരാമർശങ്ങൾ അൻവർ പിൻവലിക്കണമെന്ന ആവശ്യം കൂടി UDF നേതൃത്വം മുന്നോട്ട് വെച്ചു. ഒപ്പം ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ നൽകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു. ആ ധാരണയാണ്, ആ നിർദ്ദേശങ്ങളാണ് ഇന്നലെ അൻവറിനെ UDF നേതൃത്വം അറിയിച്ചത്. അതിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ വന്നിരുന്നു. അത് പൂർണ്ണ ഘടകകക്ഷിയാക്കിയല്ലാതെ UDFുമായി സഹകരിക്കാൻ തയ്യാറല്ല അൻവർ എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. എന്തായാലും അതിലൊരു ക്ലാരിറ്റി ഇന്ന് അൻവർ വരുത്തുകയും ചെയ്യും. അൻവറിനെ സംബന്ധിച്ചിടത്തോളവും UDFിനെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമാണ് ഇന്നത്തെ ദിവസം. അതായത് അൻവർ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് UDFിന് കൂടി നിർണായകമാണ്. പ്രത്യേകിച്ച് M സ്വരാജിനെ പോലെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി നിലമ്പൂരിലേക്ക് വന്നതോടുകൂടി ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രം വളരെയധികം മാറിയിട്ടുണ്ട്. അതായത് അൻവർ ഇല്ലാതെ UDFിനെ ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുമോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയാണ്. അതായത് അൻവർ പിടിക്കുന്ന അല്ലെങ്കിൽ അൻവറിന് ലഭിക്കേണ്ട വോട്ടുകൾ UDF കോട്ടകളിൽ UDFിന് വേണ്ടി എത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ ശക്തിയേറിയിട്ടുള്ള ഒരു തുല്യ പോരാട്ടം എന്ന നിലയിലേക്കൊക്കെ മാറും. അതുകൊണ്ട് തന്നെ UDFിനും അൻവറിനെ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തീരുമാനം അൻവർ എടുത്തിട്ടില്ലെങ്കിൽ അത് UDFിനെ ബാധിക്കുകയും ചെയ്യും. അത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അൻവറും ഒരു രാഷ്ട്രീയ കളി കളിക്കുന്നത്. അതായത് പരമാവധി സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്ന സാഹചര്യം അൻവറിന് ഇപ്പോഴുണ്ട്. അൻവറിന്റെ സഹായം UDFിന് ആവശ്യമായൊരു ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അൻവർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുത്താലും അത് ഏറെ നിർണായകമാകുന്നത് UDFിനായിരിക്കും. ഈ പറഞ്ഞ അസോസിയേറ്റ് മെമ്പർ എന്ന ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അൻവർ UDFുമായി സഹകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത് ഇന്ന് 9 മണിക്ക് അറിയാം. ഒപ്പം തന്നെ ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് അൻവർ നേരത്തെ പറഞ്ഞ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആക്ഷേപങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്. അത് പിൻവലിക്കാൻ അൻവർ തയ്യാറാകുമോ എന്നുള്ളത് ഉയർന്ന ചോദ്യമാണ്. ഒപ്പം ആര്യടൻ ഷൗക്കത്തിന് വേണ്ടി അൻവർ പ്രചരണത്തിനിറങ്ങുമോ, തെരഞ്ഞെടുപ്പുമായി സഹകരിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ന് ഉയരുന്ന ചോദ്യം. അതിൽ അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതായിരിക്കും ഇന്നിന്റെ നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം. ശരി.